സ്വപ്നം കാണാൻ കഴിയാത്ത രീതിയിൽ, ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ചില പ്രതിസന്ധികൾക്കകത്ത് നിന്ന് നിഷ്പ്രയാസം പരിശുദ്ധൻ നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും അനുഗ്രഹീതമായി നല്ല പ്രഭാതം. വളരെ പവർഫുള്ളായിട്ടുള്ള സന്ദേശം പരിശുദ്ധാത്മ ഇന്നലെ നമ്മളോട് സംസാരിച്ചതിൻ്റെ തുടർച്ച നമ്മൾ വീണ്ടും കേൾക്കാൻ പോകുന്നു. അപ്പോസ്തല പ്രവൃത്തി 23-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. പിന്നെ അവൻ ശതാധിപന്മാരിൽ 2 പേരെ വരുത്തി, ഈ രാത്രി 3-ാം മണി നേരത്ത് കൈസരിക്ക് പോകുവാൻ 200 കാലാളെയും 70 കുതിരച്ചേവകരെയും 200 കുന്തക്കാരെയും ഒരുക്കിക്കൊള്ളുവിൻ. പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫേലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെ സംഭരിപ്പീനെന്ന് കൽപ്പിച്ചു. സ്തോത്രം, സ്തോത്രം. എന്നോട് പറഞ്ഞ ദൂത് നിവർത്തിയാകാൻ പോകുന്ന സമയങ്ങളാണ്. വിശ്വസിക്കാവോ? ആമേ. ചില പ്രതിസന്ധി കൂടുതലാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കർത്താവ്, ഈ വിഷയം ഇത്ര കഠിനമാണല്ലോ, എത്ര ഞാൻ പ്രാർത്ഥിച്ചു, എത്ര ഞാൻ ദൈവത്തിൻ്റെ സന്നിധി ഉപവസിച്ചു, ഒരു വിടുതൽ കാണാൻ കഴിയുന്നില്ലല്ലോ. പക്ഷെ ദൈവം പറയാ, ഇല്ല, സമയമാകുന്നതേ ഉള്ളൂ. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു കപ്പലെ കയറാൻ പോവാ. ഹല്ലേലൂയ. പൗലോസേ, നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് നീ ഒരു കപ്പലെ കയറാൻ പോവാ. ഈ തലമുറയിലെ പൗലോസ് ആരാ? ഞാനും നിങ്ങളും കേട്ടോ. കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന ഞാനും നിങ്ങളും എങ്ങനെയാ ചില പ്രതിസന്ധികൾക്കകത്ത് പുറത്തു വരുന്ന ദൈവം ഈ ദിവസങ്ങളിൽ കാണിക്കും. ഈ വർഷത്തിൻ്റെ അവസാന സമയങ്ങളാണ് അല്ലേ? ഹല്ലേലൂയ. വളരെ ചുരുങ്ങിയ ദിവസങ്ങളൊക്കെ ഉള്ളൂ ഈ വർഷം അവസാനിക്കാൻ. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയുക, 2024 നീ കയറുന്നത് ആമേ ചില പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടായിരിക്കും, ചില വിഷയങ്ങളെ അതിജീവിച്ചിട്ടായിരിക്കും. ആമേ ഹല്ലേലൂയ. ചിരിച്ചോണ്ട് ആമേൻ പുതിയ വർഷത്തിലോട്ട് നീ കയറും. കരഞ്ഞുകൊണ്ട് ഈ വർഷത്തിലൊക്കെ ആയിരുന്നെങ്കിൽ, ഈ വർഷത്തിൻ്റെ ചില സമയങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ, ആത്മനിയോഗത്തോടെ ഞാൻ പറയുന്നു, ചിരിച്ചുകൊണ്ട് 2024 നീ കയറും കേട്ടോ. ആമേ. സ്വർഗം അത് ചെയ്യും, സ്വർഗം അത് ചെയ്യും, സ്വർഗം അത് ചെയ്യും. വിശ്വസ്തനാ ദൈവം, നമ്മുടെ കർത്താവ് വിശ്വസ്തനാ, അവിടുന്ന് വാക്ക് മാറാത്തവനാ. നോക്കിയേ, ഈ വിഷയം നോക്കിയേ. 9-ാം മണി ഈ സഹസ്രാധിപൻ്റെ അടുത്തോട്ട് ഈ കൊച്ചു പയ്യനെ കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ? ഈ കാര്യം അങ്ങ് പറഞ്ഞു നോക്കിയപ്പോൾ സത്യമാണ്. സഹസ്രാധിപന് മനസ്സിലായി, അവൻ നിയമം പാലിക്കുന്നവനാ, അവൻ നിയമം പാലിക്കും. ചുമ്മാ ഒരുത്തനെ കൊല്ലാനൊന്നും പറ്റത്തില്ല. യഥാർത്ഥ ദൈവം റോമാ പൗരനാ. ആമേൻ. ഇവിടെ സഹസ്രാധിപൻ പറയുക, 2 ശതാധിപന്മാരെ കൂട്ടിവരുത്തിട്ട് പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രാത്രിയിൽ 200 കാലാളെ, 70 കുതിരച്ചേവകരെ, ആമേ 200 കുന്തക്കാരെ ഒരുക്കണം. ആർക്കാ? ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഈ മനുഷ്യന്. അയ്യോ ആമേൻ. ആമേ. ക്ഷേമത്തോടെ അവനെ എത്തിക്കണം ഫേലിക്സിൻ്റെ അടുത്ത്. ആമേൻ. ചെറിയ കാര്യമല്ല. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങാൻ പോകും. ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടാൻ പോകും കേട്ടോ. ഫേവറിനകത്ത് ഒരു ദൈവിക അനുഗ്രഹം ദൈവം തരാൻ പോകും കേട്ടോ. വിശ്വസിക്കണം. ഇത് സ്വർഗമാതി ചെയ്യുന്നത്, സ്വർഗമാതി. പക്ഷേ ഒറ്റ കാര്യമുണ്ട്, നേരോടെ നടക്കണം. വക്രത വരരുത്. വഴിയിൽ വക്രത വന്നാൽ അപകടമാണ്. മനുഷ്യരെ ചിലപ്പോൾ പറ്റിക്കാം, ദൈവത്തെ പറ്റിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു വക്രതയുടെ മണ്ഡലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവനാണ് നമ്മുടെ ദൈവം. ഒരു വക്രതയുടെ മണ്ഡലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് കേട്ടോ. ഹല്ലേലൂയ. നോക്കിയേ. ആമേൻ. നോക്കിയേ. ഹല്ലേലൂയ. പടയാളികൾ 31-ാം വാക്യം. പടയാളികൾ കൽപ്പനപ്രകാരം പൗലോസിനെ കൂട്ടി രാത്രി അന്തിപത്രോസോളം പൂട്ടിക്കൊണ്ടിരുന്നു. പിറ്റേനാൾ കുതിരച്ചേവരെ അവനോടുകൂടെ അയച്ച് കോട്ടയിലേക്ക് മടങ്ങിപ്പോന്നു. മറ്റവർ കൈസേരെത്തി ദേശാധിപതിക്ക് എടുത്തു കൊടുത്തു. പൗലോസിനെയും അവൻ്റെ മുമ്പിൽ നിർത്തി. ഹല്ലേലൂയ. കണ്ടോ? ഇതാ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ. രാവിലെ എഴുന്നേറ്റപ്പോൾ മറ്റൊരു എഴുന്നേറ്റപ്പോൾ കാണാനില്ല. അവർ വിചാരിച്ച് അവിടെ വിസ്തരിക്കാൻ കൊണ്ടുപോകാം. അവർ ചിന്തിച്ചിടത്ത് പതുങ്ങി നിന്ന് കേട്ടോ, പതുങ്ങി നിന്ന് കേട്ടോ. പക്ഷെ കിട്ടിയില്ല. നിന്നെ ചില പതിയിരിപ്പിൻ്റെ രക്ഷിക്കാൻ പോവാ. നീ പോലും അറിയാതെ ചില ഇടങ്ങളിൽ നിന്നെ കുരുക്കിക്കളയാൻ പദ്ധതി ഇട്ടതിനകത്തുനിന്ന് സ്വർഗം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവാ. സ്വർഗം അത് ചെയ്യും, സ്വർഗം അത് ചെയ്തിരിക്കും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതം, ഞങ്ങളെ കേൾപ്പിച്ച ഈ തിരുവചന സന്ദേശം ഞങ്ങൾ ആത്മമണ്ഡലത്തിൽ ഏറ്റെടുക്കുകയാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ. ആമേൻ. കർത്താവ് ഇടപെട്ട ദൂതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ നിസ്സഹായരാണെങ്കിലും, ഒരു സാഹചര്യവും ഇല്ലെങ്കിലും, ദൈവം ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളും ഞങ്ങളോട് പറഞ്ഞ ദൂതുകളും നിറവേറ്റപ്പെടുവാൻ ഒരു നിമിഷം മതിയെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ദൈവജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ.
ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.